ഹലോ A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ONV കുറുപ്പ് എന്ന മഹാകവിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീടൊഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അതാണ് എൻ്റെ കവിത. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത. കവിതയിലേക്ക് വഴി തുറന്നതിനെക്കുറിച്ച് ONV കുറുപ്പ് കുറിച്ചത് ഇങ്ങനെയാണ്: തനിക്ക് കൈവന്ന ആ ഒരു തുള്ളി വെളിച്ചത്തെ സൂര്യ തേജസ്സായി അദ്ദേഹം മലയാളികൾക്ക് മുഴുവൻ പകർന്നു നൽകി. കവിതയിലൂടെയും കവിത തുളുമ്പുന്ന ചലച്ചിത്ര നാടക ഗാനങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സും ഹൃദയവും കീഴടക്കിയ ONV കുറുപ്പ് 6 പതിറ്റാണ്ടിലേറെ നീണ്ട സാഹിത്യ ജീവിതത്തിനിടെ ജ്ഞാനപീഠം അടക്കമുള്ള ഒട്ടേറെ ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തി. കൊല്ലത്തെ ചവറയിലാണ് കവിയുടെ ജനനം. അമ്മ K. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ തറവാടായ ചവറ നമ്പ്യാടിക്കൽ വീട്ടിൽ 1931 മെയ് 27 കൊല്ലത്തെ പ്രസിദ്ധമായ ഒറ്റപ്ലാക്കൽ കുടുംബത്തിലെ പ്രശസ്ത വൈദ്യനായിരുന്നു അച്ഛൻ. കുടുംബകാരണവരായ ഒറ്റപ്ലാക്കൽ നീലകണ്ഠക്കുറുപ്പിൻ്റെ പേരിലെ ആദ്യ ഭാഗങ്ങൾ അദ്ദേഹം മകൻ്റെ പേരിനൊപ്പം ചേർത്തു. അത് ONV എന്ന പേരിലെ ആദ്യ 2 അക്ഷരങ്ങളുടെ വിശദീകരണമായി. കൃഷ്ണക്കുറുപ്പ് ലക്ഷ്മിക്കുട്ടിയമ്മ ദമ്പതികളുടെ 3 മക്കളിൽ ഇളയവനായിരുന്നു പരമേശ്വരൻ എന്ന അച്ഛനമ്മമാർ ആദ്യം പേരിട്ട മകൻ. 2 പെൺമക്കൾക്കു ശേഷം പിറന്ന മകനെ വീട്ടുകാർ അപ്പു എന്ന ഓമന പേരിട്ട് വിളിച്ചു. സ്കൂളിൽ ചേർത്തപ്പോൾ പേര് വേലു എന്നായി. തൻ്റെ പിതാവ് തേവാടി വേലുക്കുറുപ്പിൻ്റെ പേരായിരുന്നു കൃഷ്ണക്കുറുപ്പിന് മകന് നൽകിയത്. അങ്ങനെ ഒറ്റപ്ലാക്കൽ നീലകണ്ഠ വേലുക്കുറുപ്പ് എന്ന് പേര് മാറി. പിൽക്കാലത്ത് അദ്ദേഹം ONV കുറുപ്പ് എന്നും പിന്നീട് ONV എന്നും അറിയപ്പെട്ടു. പുത്രന് പല തലമുറകളുടെ പേര് നൽകിയ അച്ഛൻ ആ പേരിന് പിന്നിൽ ഒറ്റപ്ലാക്കൽ നമ്പ്യാടിക്കൽ വേലുക്കുറുപ്പ് എന്ന സാധ്യത കൂടി കണ്ടിരുന്നു. എങ്ങനെ നോക്കിയാലും മകൻ്റെ പേര് ONV കുറുപ്പ് എന്ന് തന്നെ. അച്ഛൻ്റെയും അമ്മയുടെയും തറവാടുകളുടെ പേരുകൾ ചേർന്ന ഈ പേരാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് കരുതുന്നവരുമുണ്ട്. അപ്പുവിൽ കാവ്യലോകത്തിൻ്റെ വാതിൽ ആദ്യം തുറന്നിട്ടത് അച്ഛൻ തന്നെയായിരുന്നു. സംസ്കൃതത്തിലും മലയാളത്തിലും അച്ഛനായിരുന്നു ആദ്യ ഗുരു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവരുടെ ഉത്തമ ശിഷ്യനായിരുന്നു കൃഷ്ണക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കവിത എഴുതി സമർപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി കൃഷ്ണക്കുറുപ്പ് ഉണ്ടാക്കിയ ഒരു മരുന്നിൻ്റെ പേര് തന്നെ വിദ്യാധി രാജവടിക എന്നായിരുന്നു. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാന സൂചകമായിട്ടായിരുന്നു ആ പേര്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്ത പാട്ടെഴുത്തുകാരിലൊരാളായ ONV ഇക്കാലത്ത് ബാലമുരളി എന്ന തൂലികാനാമത്തിൽ ഗാനരചന നടത്തിയിരുന്നു. വളരെ സാധാരണക്കാർക്ക് പോലും ആസ്വദിക്കാവുന്ന ലളിതസുന്ദരമായ പാട്ടുകളായിരുന്നു ONVയുടെ നാടകഗാനങ്ങൾ. അസാധാരണമായ കവിത്വമുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്നതായിരുന്നു ഇത്തരം രചന. അതേസമയം മിക്ക ചലച്ചിത്ര ഗാനങ്ങളിലും അദ്ദേഹം ആഴമുള്ള ബിംബകൽപ്പനകൾ ഒളിപ്പിച്ചു വയ്ക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചു. ഔഷധച്ചെടികളുടെ ചങ്ങാതിയായി തീർന്ന കുട്ടിയോട് അച്ഛൻ പറയുന്നു, നീ വൈദ്യനാവണ്ട. ആയില്ല. രാഷ്ട്രീയ ദർശനങ്ങൾ ആത്മാവിൽ വെളിച്ചം പകർന്നപ്പോഴും ഉള്ളിലിരുന്ന് ആരോ വിലക്കി. രാഷ്ട്രീയ പ്രവർത്തകനാവണ്ട, അതുമായില്ല. പിന്നെ ഒരിക്കൽ നീ ആരാവണമെന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ടാഗോറിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം കണ്ടെത്തി: ഞാൻ കവിയാണ്. സ്വന്തം ജീവിതത്തിലെ വഴിത്തിരിവുകളെ കുറിച്ച് ONV ഇങ്ങനെ എഴുതി: കവിതയാണെൻ്റെ ലോകം എന്ന് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ തിരിച്ചറിഞ്ഞ അദ്ദേഹം ആദ്യ കവിയും പിന്നീട് പാട്ടെഴുത്തുകാരനുമായി. കവിതയിൽ നിന്ന് പാട്ടുകളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം അനായാസകരമായിരുന്നു. P. ഭാസ്കരനും വയലാർ രാമവർമ്മയ്ക്കുമൊപ്പം ONVയും ചേർന്നപ്പോൾ മലയാള ഗാനശാഖ പൂക്കുകയും തളിർക്കുകയും വിടർന്ന പുഷ്പങ്ങളുടെ ഉദ്യാനം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. ONV എന്ന ഗാനരചയിതാവ് ആദ്യം അംഗീകരിക്കപ്പെടുന്നത് നാടകഗാനങ്ങളിലൂടെയാണ്. 3 വർഷം നാടകഗാന രംഗത്ത് നിറഞ്ഞു നിന്ന ശേഷം അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു. ഒരു കായൽ യാത്രയ്ക്കിടെ കമ്മ്യൂണിസ്റ്റ് നേതാവ് MN ഗോവിന്ദൻ നായരുടെ പ്രേരണയിൽ എഴുതി തുടങ്ങിയ പൊന്നരിവാളമ്പിളിയിൽ എന്ന കവിത പിന്നീട് അടുത്ത സുഹൃത്തായ G. ദേവരാജൻ ഈണമിട്ട് പാടി.
KPAC-യിലൂടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലും ആ ഗാനം പാടിയത് ദേവരാജൻ തന്നെ. ഇതടക്കം 22 ഗാനങ്ങളായിരുന്നു ആ നാടകത്തിൽ. സലിൽ ചൗധരിയടക്കം ഒട്ടേറെ ഉത്തരേന്ത്യൻ സംഗീത സംവിധായകർക്കൊപ്പം ONV പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ബോംബെ രവിക്ക് ഒപ്പമുള്ളതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കൂട്ടുകെട്ട്. 1886 പഞ്ചാഗ്നിയിലാണ് ഇവർ ആദ്യമായി ഒരുമിച്ചത്. രഘുനാഥ്, വിശാൽ ഭരദ്വാജ്, ഉത്തം സിംഗ്, രവീന്ദ്രൻ ജെയിൻ എന്നീ സംഗീത സംവിധായകരുടെ ഈണത്തിലും ONV ഗാനങ്ങൾ എഴുതി. KJ യേശുദാസ്, MG ശ്രീകുമാർ എന്നിവർക്ക് വേണ്ടിയും അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട്. 2015 പുറത്തുവന്ന മൺസൂൺ എന്ന സിനിമയിൽ ONV വരികൾക്ക് മകൻ രാജീവാണ് ഈണമിട്ടത്. മലയാള രാഷ്ട്രീയ സാമൂഹിക സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിലെ ആ ഇതിഹാസത്തെ 2016 ഫെബ്രുവരി 13 മലയാളത്തിന് നഷ്ടമായി.